ഹായ് ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ്. ഞാൻ നമുക്ക് ഒരു പാഠം എടുക്കാൻ പോണേ. പാർട്ട് നൗ. ഏക്ക് ഗിർഗിറ്റ് ഹെൻറി. ഏക്ക് ഗിർഗിറ്റ് എന്ന് പറഞ്ഞ ചെമ്മലിയാനാണ്. അവൻ്റെ പേരാണ് ഹെൻറി. ഗിർഗിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മരയോന്ത് അല്ലേ? ചെമ്മലിയാൻ. നമ്മളൊക്കെ ചെമ്മലിയൻ എന്ന് വിളിക്കുന്ന ജീവി. നല്ല വാലൊക്കെ ചുരുണ്ട് മരത്തിലൊക്കെ കണ്ടാൽ ഒരു തരം ഭീകര രൂപം തോന്നിക്കുന്ന ഒരു ജീവിയാണ് ഹെൻറി, അതായത് ഗിർഗിറ്റ്, ചെമ്മലിയാൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം എന്താണെന്ന്. പാർട്ട് നൗ. ഏക്ക് ഗിർഗിറ്റ് ഹെൻറി. ഹം സിക്കെങ്കി, നമ്മൾ പഠിക്കണം. പശുപ്രേം, ആനിമൽ പ്രേം, മൃഗങ്ങളോടുള്ള സ്നേഹം. സംവേദനശീലത, സംവേദനക്ഷമത അഥവാ സെൻസിറ്റിവിറ്റി. കൂടുതലായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമ്മൾക്ക് ഉണ്ടാവണം. സങ്കട സാമന, ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ അതിന് തരണം ചെയ്യാനുള്ള കഴിവ് നമ്മൾക്ക് ഉണ്ടാവണം. നിടരത, ഭയമില്ലായ്മ, ഫിയർലെസ്. ഓക്കെ. പ്രേം, സ്നേഹം. റൊമാഞ്ച് എന്ന് പറഞ്ഞാൽ രസകരം, അതായത് നമുക്ക് രോമാഞ്ചം ജനിപ്പിക്കുന്നത് ഒരുപാട് ഇഷ്ടമുണ്ടാകുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ രോമാഞ്ചം ഉണ്ടാകുക അല്ലേ? ഉത്സാഹം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്നും പഠിക്കേണ്ടത്. നമുക്ക് നോക്കാം പാഠത്തിൽ എന്താണെന്ന്. ദാദാജിക്ക് കൃപാസെ ഘർ മേ പശു പക്ഷിയോ കി കമി നഹി ഥി. ദാദാജി, ആരാണ് ദാദാജി? ദാദാജി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ അഥവാ മുത്തശ്ശൻ. മുത്തശ്ശൻ്റെ കൃപ കൊണ്ട് വീട്ടിൽ പശു പക്ഷിയൊക്കെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും കുറവ് ഉണ്ടായിരുന്നില്ല. समय पर उनका आगमन भी बड़ा रोचक होता था. അവയുടെ ആഗമനം, അറൈവൽ. ഇത് ആഗമനം എന്ന് പറഞ്ഞാൽ അറൈവലാണ്, വീട്ടിലേക്കുള്ള ആഗമനം. ഓരോ മൃഗങ്ങളെയും വീട്ടിലേക്ക് വരുന്നത് വളരെ രസകരമായിരുന്നു. ഓരോ മൃഗങ്ങളുടെയും വീട്ടിലേക്കുള്ള ആ വരവ് രസകരമായിരുന്നു. ഏക് ദിൻ ദാദാജി അപ്നെ മിത്ര സെ മിൽനെ ജാ രഹേ थे. ഒരു ദിവസം, വൺ ഡേ, ദാദാജി നമ്മുടെ ഗ്രാൻഡ് ഫാദർ അപ്നെ മിത്ര സെ മിൽനെ ജാ രഹേ थे, തൻ്റെ സ്വന്തം കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോവായിരുന്നു. ഇനി ബഗീച്ചയ്ക്ക് പ്രവേശ് ദ്വാർ പർ ഷോർ സുനായി ദിയ. അദ്ദേഹത്തിന് ബഗീച്ച എന്ന് പറഞ്ഞാൽ ഗാർഡൻ അല്ലേ? ഗാർഡൻ്റെ പ്രവേശദ്വാർ, ഗാർഡനിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രവേശദ്വാർ ഗേറ്റിൽ എൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ഷോർ സുനായി ദിയ, ഭയങ്കര സൗണ്ട് കേട്ടു, ഒച്ച കേട്ടു. ലോക ചില്ല രഹത്തെ, ആളുകൾ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നു. പത്തർ ഫേക്ക് രഹത്തെ, കല്ല് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ ജഡിയോം സെ പീഡ് രഹത്തെ, വടിയെടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ചോർക്കാരൻ ഏക്ക് ഗിർഗിട്ടത. ഈ ഒച്ചയ്ക്കും ബഹളത്തിനും ഒക്കെ കാരണം ആരായിരുന്നു? ഒരു ഗിർഗിട്ടായിരുന്നു, ഒരു ചെമ്മലിയനായിരുന്നു. ജോ ഏക്ക് ജാഡിമേം ബൈട്ട ധൂപ് സീക്ക് രഹാ ഥാ. അവൻ എന്ത് ചെയ്യായിരുന്നു? ഒരു ജാടി, ബുഷ്, കുറ്റിക്കാട്ടിലിരുന്ന് കുറച്ച് ബുഷൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചെറിയ ചെടികളൊക്കെ ഇച്ചിരി വലുതായിട്ടുണ്ടാകുന്ന ചെടികൾക്ക് അടുത്തിരുന്ന് വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബസ് ദാദാജി ഉസ്സെ ബച്ചാനെ കെലിയെ ഘർ ലേ ആയ. ഈ ആളുകളിൽ നിന്നും അതിനെ രക്ഷിക്കാൻ വേണ്ടി ദാദാജി എന്ത് ചെയ്തു? വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇസി ഗിർഗിറ്റ് കാ നാം ഹെൻറി രഖാ ഗയ. ഈ ഗിർഗിറ്റിൻ്റെ പേര് ഞങ്ങൾ എന്ത് വെച്ചു? ഹെൻറി എന്നാണ് വെച്ചത്. അവർ വഹ് ഹമാരെ സാത്ത് രഹനെ ലഗ. ഇന്ന് അവ ഞങ്ങളോടൊത്ത് തന്നെ താമസിക്കാനായിട്ട് തുടങ്ങി. ഹെൻറി മരയോന്താണ്, അവരോടൊപ്പം താമസിക്കാനായിട്ട് തുടങ്ങി അല്ലേ? എത്രമാത്രം ആനിമൽ പ്രേമികളാണ് അവരെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഗിർഗിറ്റോം ക അപ്പന ഏക്ക് അലഗ് വർഗ് ഹോത്താ ഹെ. ഗിർഗിട്ട് തന്നെ ഒരു ഡിഫറെൻ്റ് തരത്തിലുള്ള, ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു വർഗമാണ്, ഒരു ജീവിയാണത്. സാധാരണ സമീസൃപ് നഹിഹെ. സാധാരണ ഉദരവർഗത്തിൽപ്പെട്ട, അതായത് റെപ്റ്റിൽസിൽപ്പെട്ട ഒരു ജീവി ആയിരുന്നില്ല അത്. गिरगिट की जीभ
ജീവ് ഗിർഗിട്ട് കി ജീഫ് ഗിർഗിട്ടിൻ്റെ നാവ്, ജീഫ് എന്ന് പറഞ്ഞാൽ ടങ്കാണ് കേട്ടോ, നാക്ക്. ഉൻകി ശരീർ ജിത്തിനി ലംബി ഹോത്തി ഹി, അതിൻ്റെ ശരീരത്തിന് എത്ര നീളമുണ്ടോ അത്രയും ഉണ്ടാവും. ശരീരത്തിൻ്റെ അത്ര നീളമുണ്ട് അതിൻ്റെ നാവിന്. ആലോചിച്ച് നോക്കി, നാവ് ചുരുട്ടി വായിലിട്ടിട്ട് ഒരൊറ്റ നീട്ടമുണ്ട്. ഒരു ജീവിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് തെറിച്ച് പോയി സ്റ്റക്ക് ചെയ്യും ആ ജീവിയുടെ അടുത്തേക്ക്. ഒരു ഇൻസെക്ട്സിന് എവിടെയെങ്കിലുമൊക്കെ ഒരു ഇരിക്കുന്ന കണ്ടാൽ പെട്ടെന്ന് തന്നെ അവ നാവ് നീട്ടി അതിൽ ഒട്ടിപ്പിടിപ്പിക്കും. ഇസ്കി ഊങ്കുലിയാം ഔർ അങ്കുട്ടെ തോത്തെ കെ പംജോം സെ മേൽ ഖാത്തെ ഹെ. ഉൻകി ഊങ്കുലിയാം വിരലുകൾ, ഊങ്കുലിയാം എന്ന് പറഞ്ഞാൽ അങ്കുട്ടെ തോത്തേക്ക് പംജംസെ മേൽ ഖാത്തെ ഹെ, അതിൻ്റെ അങ്കുട്ടെ കാൽ വിരലുകൾ തോത്തേക്ക് പംജം ജയ്സെ, അതായത് പക്ഷികളുടെ കാൽവിരലുകൾ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അവർ സിർ പർ ഹെൽമെറ്റ് ജയ്സിയേക്ക് സഖ്യത്ത് കൽകി ഹോത്തി ഹെ, അതിൻ്റെ തലയിൽ ഹെൽമെറ്റ് പോലെയുള്ള ഒരു പൂവ് ഉണ്ടായിരുന്നു. ജബ് മേനെ പഹലി ബാർ ഹെൻറിക്കു ദേഖ, ഞാൻ ആദ്യം ഹെൻറിയെ കാണുമ്പോൾ तो वह मुझे बड़ी सावधानी से मिला. ഫസ്റ്റ് ആദ്യത്തെ പ്രാവശ്യമല്ലേ, വളരെ ശ്രദ്ധാപൂർവമാണ് അവൻ ഞാനുമായി കണ്ടുമുട്ടിയത്. കാരണം അവന് ഭയമുണ്ട്, ഉപദ്രവിക്കുമെന്നൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് അവൻ ഞാനുമായിട്ട് കണ്ടുമുട്ടിയത്. ആങ്ക് തക്, ആങ്ക് തബ് തക് സെർച്ച് ലൈറ്റ് കി തരഹ് ഘൂമത്തി രഹത്തി, അവൻ്റെ കണ്ണുകൾ ഒരു സെർച്ച് ലൈറ്റ് പോലെ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. ജബ് തക് വഹ് മേരെ ഊപ്പർ ടിക് നഹി ഗയി, ഞാനുമായി ഒന്ന് അടുക്കുന്നിടം വരെ അവൻ ഞാനുമായി വളരെ ശ്രദ്ധാപൂർവം തന്നെയാണ് മീറ്റ് ചെയ്തത്. ഹെൻറിനെ ലംബെ സമയത്തൊക്കെ കിസി പർ വിശ്വാസ് നഹിക്കിയ, ഹെൻറി വളരെ നേരത്തേക്ക് ആരുമായിട്ടും ഒന്ന് അടുത്തില്ല. കാരണം എന്താ, എല്ലാവരും കല്ല് വെച്ചെറിയുക ഉപദ്രവിക്കുകയൊക്കെ ചെയ്തതല്ലേ. അപ്പം മനുഷ്യരോട് വിശ്വാസമൊക്കെ ഇത്തിരി കുറവായിരിക്കും. മനുഷ്യരിൽ നല്ല മനുഷ്യരുമുണ്ട് എന്നതിന് ഒന്ന് വിശ്വസിക്കാൻ ഇച്ചിരി സമയം എടുത്തു. ലേക്കിൻ മേരെ അത്യന്ത് മൈത്രിപൂർണ്ണ സങ്കേതോം കാ കാരൻ വഹ് ജവാബ് ദേനയിലേക്ക്, ഞാൻ വളരെ മൈത്രിപൂർണ്ണ ഫ്രണ്ട്ഷിപ്പോടു കൂടി സ്നേഹത്തോടു കൂടി അവനുമായി ഇടപെട്ടപ്പോൾ വഹ് ജവാബ് ദേനയിലേക്ക്, എൻ്റെ മൈത്രിതാപൂർണ്ണമുള്ള പെരുമാറ്റത്തിന് അവൻ പതുക്കെ ഇഷാര മറുപടി തരാനായിട്ട് തുടങ്ങി. പതുക്കെ സൈൻ കാണിക്കാനായിട്ട് തുടങ്ങി. मैं उनके ऊपर ഊങ്കിലി രക്ക് തേത്താത്തോ വഹ് ഫൂൽ കർ ബഡാ ഹോ ജാത്താ ഥാ, ഞാൻ അവൻ്റെ പുറത്ത് എൻ്റെ കൈ വയ്ക്കുമ്പോഴേക്കും അവൻ ഇങ്ങനെ വിടർന്ന് വലുതാകും. और वह पिछले पैरों पर उठकर मुझे डराने के लिए हिलने लगता, അവൻ എന്നെ പിച്ചിലെ पैरों पर उठकर പുറകിലെ 2 കാലുകളിൽ എഴുന്നേറ്റ് മുझे डराने की, എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹിൽനയിലേക്ക് വിറയ്ക്കാനായിട്ട് തുടങ്ങും. ഇങ്ങനെ അനങ്ങി വിറയ്ക്കാനായിട്ട് തുടങ്ങും അതിൻ്റെ പുറത്ത് കൈ വയ്ക്കുമ്പോൾ കേട്ടോ. വഹ് ഖതർനാക്ക് നഹി തി, അവൻ ഡേഞ്ചറൊന്നും ആയിരുന്നില്ല. വഹ് ഖതർനാക്ക് നഹി ഥാ യഹാ തക്ക് കി ജബ് വഹ് മുझे गुस्से में होता, जब तक वह गुस्से में होता तो भी अगर मैं उसके मुंह में उंगली डाल देता तो मुझे आराम से उंगली बाहर निकालने देता. എന്തുകൊണ്ടാണ് ലേഖകൻ അങ്ങനെ തോന്നിയത്? എത്ര ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്തിന് പോലും അത് അതിൻ്റെ മേത്ത് കൈ വയ്ക്കുകയോ അവൻ്റെ വായിൽ വിരലിടുകയോ ചെയ്താൽ ഒരു കുഴപ്പവുമില്ലാതെ ആ ലേഖകന് തൻ്റെ വിരലുകൾ ഊരിയെടുക്കാനായിട്ട് കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് ലേഖകൻ പറയുന്നത് ഇതൊരു ഖതർനാക്ക് നഹി ഥാ, ഡേഞ്ചറസ് അല്ല, പാവം ജീവിയാണ്. അതിന് ഭയം കൊണ്ട് മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ആളുകളെ പേടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഊങ്കുലി ഡാൽ ചെയ്ത് അവന്
ഏറ്റവും ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് പോലും അവൻ്റെ വായിൽ ഞാൻ എൻ്റെ വിരലുകൾ ഇട്ടാൽ പോലും അത് വളരെ ആരാംസെ ഈസി ആയിട്ട് ഊങ്കുലി ബാഹർ നിക്കാലിന് ദേത്ത എൻ്റെ വിരലുകൾ എനിക്ക് പുറത്തെടുക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. അത്രയ്ക്കും പാവപ്പെട്ട ഒരു ജീവിയായിരുന്നു ഈ ഹെൻറി എന്ന് പറയുന്ന ചെമലിയൻ കേട്ടോ. ഈ മരയന്തിനെ കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഓക്കെ, കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടി തോന്നുന്ന ഒരു ജീവിയാണ്. വളരെ ചെറിയൊരു ജീവിയൊക്കെയാണ്, ഒത്തിരി വലുതൊന്നുമല്ല കേട്ടോ. ഇതായിരിക്കുന്നു നമ്മുടെ ഹെൻറി. കണ്ടോ, ഇത് ഹെൻറി. ആളുകൾ ഒച്ച വയ്ക്കുകയും കല്ലെറിയുകയൊക്കെ ചെയ്യുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ഹെൻറി. പ്രവേശദ്വാർപ്പ്, ഇതാണ് ഗേറ്റിന് പുറത്ത് കുറച്ചൊക്കെ വെച്ചിരിക്കുന്ന ജാഡി ബുഷിനടുത്തൊക്കെ ആയിട്ടാണ് ഇരിക്കുക കേട്ടോ. വീടിനകത്തേക്ക് കയറിയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ്. ഹെൻറിക്ക് ആഖേ അത്ഭുത തീ, അവൻ്റെ കണ്ണുകൾ ഭയങ്കര അത്ഭുതം ഉളവാക്കുന്നതായിരുന്നു. വേ സുന്ദർ നഹി തീ, ഭംഗിയുള്ളത് ആയിരുന്നില്ല. അവൻ്റെ കണ്ണുകൾ അത്ര ഭംഗിയുള്ളതുണ്ടോ, ഇതാണ് എൻ്റെ കണ്ണുകൾ കേട്ടോ. കണ്ണുകൾ അത്ര ഭംഗിയുള്ളത് ആയിരുന്നില്ല. ലേക്കിൻ ദായ് ആങ്ക് ബായ് ആങ്ക് സെ ഏക്ദം സ്വതന്ത്ര തീ. ലേക്കിൻ ദായി ആങ്ക് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഐ ആണ്, വലത് കണ്ണ്. ബായി ആങ്ക് സെ, ഇടത് കണ്ണിൽ നിന്നും ഏക്ദം ഡിഫറൻ്റ് ആയിരുന്നു, വളരെ വ്യത്യാസമായിരുന്നു. വഹ ഏക് ആങ്ക് കോ സ്ഥിർ രഖ് കർ, അവൻ തൻ്റെ കണ്ണുകളെ സ്ഥിരമായി നിർത്തി, അതായത് അനക്കാതെ നിർത്തി. ദൂസരി ആങ്ക് ഘുമാ സക്താ ഥാ, മറ്റേ കണ്ണ്, രണ്ടാമത്തെ കണ്ണ് ഓട്ടം കറക്കാൻ വേണ്ടിയിട്ട് കഴിയുമായിരുന്നു. ഒരു കണ്ണിനെ അനക്കാതെ വെക്കും, എന്നിട്ട് മറ്റു കണ്ണിട്ട് വട്ടം കറക്കാൻ വേണ്ടിയിട്ട് അവന് കഴിയുമായിരുന്നു. എത്ര ഭീകരതയാ അല്ലേ ലേഖനം. പക്ഷെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഉൻകി ഐസി ക്രിയായെ ഉൻകെ രൂപ അവർ भी ഭയാനക ബനാത്തി थी, അതിൻ്റെ ഈ ക്രിയ, ഈ പ്രവൃത്തി, അതിൻ്റെ ഈ രൂപം പോലെ തന്നെ അപ്പോഴേക്കും അതിൻ്റെ രൂപം എന്താണ്, ഒരു ഭയാനക, നമ്മളെ ഭയം ജനിപ്പിക്കുന്നതായി മാറും. घर में उसने കിസി പ്രകാർക്കി പരിശാനി പൈതാ നഹി തി, അവന് വീട്ടിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല. സടക്കൊക്കെ കിനാരെ, നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പറ്റുമോ വീടിനകത്തൊരു ഹെൻറീനെ പാർപ്പിക്കാൻ? ഓക്കെ, ഇതുപോലെ ഒരു ഹെൻറീനെ വീടിനകത്ത് പാർപ്പിക്കാൻ പറ്റുമില്ല. ഇത് ലേഖൻ്റെ ദാദാജി എത്ര ആനിമൽ പ്രേമിയായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. സടക്കൊക്കെ കിനാരെ പൗദാശാലാമേ തോ ഉസ്നെ ഊധം മച്ചാ രഹാ ഥാ, അവിടെ വഴിയുടെ അടുത്തുള്ളൊരു പൗദാശാലയുണ്ട്, അതായത് നഴ്സറി, ചെടികളൊക്കെ നട്ടു വയ്ക്കുന്ന ചെറിയ ചെടികളെയൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക, നട്ട് വളർത്തി എടുക്കുകയും മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. സടക്കൊക്കെ കിനാരെ പൗദാശാലാമേ തോ ഉസ്നെ ഊധം മച്ചാ രഹാ ഥാ, സടക്കിന് അടുത്തുള്ള പൗദാശാലയിൽ, നഴ്സറിയിൽ അതിന് ഊതം മച്ച, വളരെ തിരക്കായിരുന്നു അവനവിടെ. വഹ് സബ് ബഹുത്ത് ഫോലേപ്പൻ സെ ശുരു ഹുവ, അതൊക്കെ വളരെ നിഷ്കളങ്കമായി ആരംഭിച്ച കാര്യമാണ് കേട്ടോ. പൗദാശാലയിൽ തിരക്കായി തീരാന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ പ്രാണികളുണ്ടാവുമല്ലോ, അതിനെല്ലാം പിടിച്ചു തിന്നാൻ വേണ്ടിയിട്ടായിരിക്കും. അതൊക്കെ അവൻ്റെ ഫോലേപ്പൻസ് ശുരുഹുവാന്ന്, അവൻ്റെ നിഷ്കളങ്കത മൂലമാണ് ഇതെല്ലാം ആരംഭിച്ചതെന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത്. ഏക് ബാർ ദാദിവാനെ നഴ്സറി സ്കൂൾ കി മുഖ്യ അധ്യാപിക ശ്രീമതി ഘോഷ് കോ ഏക് ടോക്കറി മേ പപ്പിതേ വെച്ചേ. ഏക് ബാർ, ഒരു പ്രാവശ്യം ദാദിമാനെ ഗ്രാൻഡ് മദർ നഴ്സറി സ്കൂൾ കി മുഖ്യ അധ്യാപിക, നഴ്സറി സ്കൂളിൻ്റെ മുഖ്യ അധ്യാപികയായിരുന്ന ശ്രീമതി ഘോഷിന് ഒരു കൊട്ട നിറയെ പപ്പിതേ ഫേച്ചെ. പപ്പിതേ എന്ന് പറഞ്ഞാൽ കപ്ലങ്ങ, പപ്പായ ഫ്രൂട്ട് അല്ലേ, പപ്പായ ഫ്രൂട്ട്, കപ്ലങ്ങ പഴം അല്ലേ, കപ്ലങ്ങ പഴം കൊടുത്തു വിട്ടു. മാലി എന്ന് പറഞ്ഞാൽ ഗാർഡനറാണ് കേട്ടോ. ടോക്കറിയുമേതേ ഇതായിരിക്കുന്നു പപ്പിതയുടെ മണ്ടയിൽ ഇരിപ്പുണ്ട് നമ്മുടെ ഹെൻറി. माली टोकरी को श्रीमती घोष के कार्यालय में रखा दिया. श्रीमती घोष के एक टोकरी പപ്പിതയെ വെച്ച് ശ്രീമതി നഴ്സറി സ്കൂളിൻ്റെ മുഖ്യ അധ്യാപികയായിരുന്ന, അതായത് പ്രിൻസിപ്പാളായിരുന്ന ശ്രീമതി ഘോഷിന് ഒരു കുട്ട നിറയെ പപ്പായ അയച്ചു. മാലി ടോക്കറിമേ
ടോക്കറി को ശ്രീമതി ഘോഷ് के कार्यालय എന്ന് പറഞ്ഞാൽ ഓഫീസിൽ കൊണ്ടുപോയി വച്ചു. ആരാണ് മാലി ഗാർഡനർ കേട്ടോ. തോട്ടക്കാരൻ്റെ കയ്യിലാണ് ദാദിമ കൊടുത്തു വിട്ടിരിക്കുന്നത്. कार्यालय में रखा आया. वह സ്കൂൾ പരിസരമേ ഭ്രമൺ കെ ബാദലാവട്ടെ. അദ്ദേഹം എന്ത് ചെയ്തു? സ്കൂൾ പരിസരത്തിലൂടെ ഒന്ന് വട്ടം കറങ്ങി, ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് നോക്കിയിട്ട് അദ്ദേഹം തിരിച്ചു പോന്നു. പക്ഷെ തിരിച്ചു വരാത്ത ഒരാൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ആരാത്? നമ്മുടെ ഹെൻറി, നമ്മുടെ പാവപ്പെട്ട ഹെൻറി അവിടെ ഇരിപ്പുണ്ട്. हेनरी ने दोनों आंख तेजी से घुमाते हुए स्कूल परिसर में भ्रमण करके बाद लौटे. हेनरी ने दोनों आंख तेजी से घुमाते हुए उनकी ओर देखा. എന്ത് ചെയ്തു? നമ്മുടെ നേഴ്സ് സ്കൂളിലെ മുഖ്യ അധ്യാപികയായിരുന്ന ശ്രീമതി ഘോഷിൻ്റെ നേരെ രണ്ട് കണ്ണുകളും സ്പീഡിൽ വട്ടം കറക്കിക്കൊണ്ട് നോക്കി. ആലോചിച്ച് നോക്കി എത്ര ഭീകരതയാണതെന്ന്. വഹ് ഡർ സെ ചില്ലാനയിലേക്ക് അദ്ദേഹം ശ്രീമതി ഘോഷ് ഓർക്കെ ഭയം കൊണ്ട് ഒച്ചയുണ്ടാക്കാനായിട്ട് തുടങ്ങി. ഹെൻറി ഹരേസി പീലെ. ഹെൻറി എന്നെ ആദ്യം പച്ച കളറിലായിരുന്നു ഇരിക്കുന്നത്. ഹെൻറി ഹരേസി പീലയായി പച്ച കളറിൽ നിന്നും മഞ്ഞ കളറിലേക്ക് മാറി. അന്തമേ ലാൽ ഹോ ഗയ. ചുമപ്പ്. അവസാനം അവൻ എന്നായി തീർന്നു? ചുമപ്പ് കളറിലേക്ക് വന്നു. ഉസ്നെ അപ്പനെ മൂവ് ഖോൽ രക്കാത്ത. അത് തൻ്റെ വാ തുറന്ന് പിടിച്ചിരിക്കുകയായിരുന്നു. മാനോ വഹ് ചില്ലാനാ ചാഹത്താഹോ. അവനൊന്ന് ഉറക്കെ കരയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്ന വിധത്തിൽ വാ പൊളിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പാവം ജീവി ഇതിൻ്റെ കളർ മാറ്റുന്നത് ഭയം കൊണ്ടാണ് കേട്ടോ അതിരിക്കുന്ന സമയത്ത്. അല്ലെ തന്നെ ഈ ഹെൻറിയൊക്കെ ഏത് സിറ്റുവേഷനിലാണോ ഇരിക്കുന്നത്, അതായത് അതിൻ്റെ ഇരിക്കുന്ന ആ സ്ഥലം പച്ച കളറാണെങ്കിൽ പച്ച കളറിലേക്ക് വരും, മഞ്ഞയുടെ പുറത്താണ് ഇരിക്കുന്നതെങ്കിൽ മഞ്ഞ കളറിലേക്ക് വരും. അതിന് ഇരിക്കുന്ന പ്ലേസ് അനുസരിച്ച് അതിന് കളർ മാറാനുള്ള കഴിവുണ്ട്. കാരണം അതിന് എനിമീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫെസിലിറ്റി നമ്മുടെ പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്നതാണ്. അത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കേട്ടോ, എനിമീസിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന ഒരു കഴിവാണ്. അത് പാവമാണ്. അതിന് കണ്ടാൽ തന്നെ ഒരു ഭീകരജീവിയാണെങ്കിലും അത് പാവമാണ്, ഒരുപാട് പാവമാണ്. പച്ച കളറിൽ നിന്നും എന്തായി? മഞ്ഞ കളറിൽ നിന്നും പിന്നെ റെഡായി. വഹ് ഗിർഗിട്ടുക ദഗർ ചില്ലാനിലേക്ക്. ശ്രീമതി ഘോഷ് ഇതിനെ കണ്ട് ഉറക്കെ അലറി വിളിക്കാനായിട്ട് തുടങ്ങി. ഹെൻറി ഡർഗയ. വഹ് കാര്യാലയത്തിൽ നിക്കൽ ആയ. അത് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ചാടി. അവർ ബരാന്തസെ ഹോത്ത ഹുവ ഏക് കക്ഷാമേ ഗയ ഗുസ് ഗയ. കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമാണ്. ക്ലാസ് റൂമിലേക്ക് നമ്മുടെ ഹെൻറി കയറിയ പിന്നിലത്തെ കാര്യം പറയാനുണ്ടോ? അവൻ വരാന്തയിലൂടെ നേരെ ക്ലാസ് റൂമിലേക്ക് ചാടിക്കയറി. ബെച്ചെ ഗിർഗിട്ടുക്കോ ഡർ ബെച്ചെ ഗിർഗിട്ടുക്കോ ഡെസ്ക് पर चढ़ा देख कर इधर उधर भागने लगे. കുട്ടികളാണെങ്കിൽ ക്ലാസ് റൂമിലേക്ക് കയറിയിട്ട് ഹെൻറി എന്നെ ചെയ്തു? ചാടി ഡെസ്കിൻ്റെ പുറത്ത് കയറി. ഇത് കണ്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടാനായിട്ട് തുടങ്ങി. ക്ലാസ് റൂമിലേക്ക് ഒരു ഹെൻറി കയറിയാൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താവും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ എല്ലാ അവസ്ഥ എന്തായിരിക്കും? നമ്മളെല്ലാം ക്ലാസ്സിലായിരിക്കുമ്പോൾ ഒരു ഹെൻറി അല്ലെങ്കിൽ തന്നെ ദൂരെ ഒരു ഹെൻറി ഇരിക്കണ കണ്ടാൽ തന്നെ നമുക്ക് ഭയന്ന് നമ്മളോടും. അപ്പോഴാണ് ക്ലാസ് റൂമിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അത് തന്നെയല്ല, ഹെൻറി ചാടി ഡെസ്ക് പുറത്തും കയറിയിട്ടുണ്ട്. ഉദർ ഭാഗനിലേക്ക് കുട്ടികൾ ക്ലാസ് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടാനായിട്ട് തുടങ്ങി. കുച്ച് ഉസ്സെ ബച്ചനെ കെ ലിയെ അവർ കുച്ച് ഉസിനെ പക്കടനെ കെ ലിയെ. കുറച്ച് കുട്ടികൾ, ഭയമുള്ള കുട്ടികളുണ്ടല്ലോ, പേടിയുള്ള കുട്ടികൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടി. എന്നാൽ കുറച്ച് കുട്ടികളോ വലിയ ധീരന്മാരൊക്കെ കാണുമല്ലോ ക്ലാസ്സിൽ. അപ്പോൾ ആ ധീരന്മാരെന്നെ ചെയ്തു? അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി. അന്തമേ ഹെൻറി ഏക്ക് കിടക്കി സെ നിക്കൽനെ മേ കാമയാബ് ഹോ ഗയ. അവസാനം ഹെൻറി ഈ ജനലിലൂടെ പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട് അവന് സാധിച്ചു. അവർ ബഗീച്ചമേ ചലാഗയ. എന്നിട്ട് എന്ത് ചെയ്തു? തോട്ടത്തിലേക്ക് ഓടി. എത്ര ഭീകരമായിരുന്നു ക്ലാസ് റൂമിലെ അവസ്ഥ എന്ന് ആലോചിച്ചേക്ക്. ശ്രീമതി ഘോഷ് സെ ദാദി മാ കോ ഇസ് ഘട്ടന കാ പത
പദചല. ശ്രീമതി ഘോഷിൽ നിന്നും ദാദിമായ്ക്ക് ഈ സംഭവം മനസ്സിലായപ്പോൾ ലേക്കിൻ ദാദീനെ നഹി ബതായക്ക് ഗിർഗിട്ട് ഹമാരാ ഹെ. ദാദിമ ആ നഴ്സറി ശ്രീമതി ഘോഷിനോട് പറഞ്ഞില്ല ഗിർഗിട്ട് അവരുടേതാണെന്ന്. ഹമാരാ ഗർ സ്കൂൾ സെ 3 ഫ്ലാങ് ദൂർ ഥാ. ഫ്ലാഗ്. ഞങ്ങളുടെ വീട് നഴ്സറി സ്കൂളിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരെയായിരുന്നു. ദാദിജി और मुझे बिल्कुल विश्वास नहीं था कि हेनറി पुनः वापस आएगा. ഇനി ഇങ്ങോട്ട് ഹെൻറിന് വീണ്ടും തിരിച്ചു വരുമെന്ന് എനിക്കോ ദാദിമായ്ക്കോ യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. ഹമാരെ പൗസ് ലൗട്ടേക, ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന്. ലേക്കിൻ കുച്ച് ദിൻ ബാദ്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ मैंने उसे बाग की दीवार पर धूप सेकते हुए പായ. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വീടിൻ്റെ ദിവാർ പർ, വീടിൻ്റെ ഗേറ്റ് ഉണ്ടല്ലോ, ഗേറ്റിൽ ധൂപ് സേക്തേ ഹുയെ പായ, ധൂപ് വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഹെൻറി ദുബാര ഗർ ചോടുക്കർ കബി ബാഹർ നഹി ഗയ. പിന്നീട് ഒരിക്കലും നമ്മുടെ ഹെൻറി വീട് ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയിട്ടില്ല. കാരണം നല്ലൊരു അനുഭവം കിട്ടിയല്ലോ. അതുകൊണ്ട് ഹെൻറി നന്നായിട്ട് പേടിച്ചു, കുട്ടികളും പേടിച്ചു, ശ്രീമതി ഘോഷും പേടിച്ചിട്ടുണ്ട്. ഹെൻറിനെ അപ്പന ബാക്കി ജീവൻ ബഗീച്ചമേ വിതായ. ഹെൻറി തൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി ജീവിതം മുഴുവനും എന്ത് ചെയ്തു? ബഗീച്ചയിൽ, തോട്ടത്തിൽ തന്നെ ചെലവഴിച്ചു. അവർ കീടോം കി സംഖ്യക്കോ ബഹുത് ജാഥ നഹി ബെഡനെ ദിയ. കീടം, ഇൻസെക്ട്സുകൾ അല്ലേ, നമ്മുടെ തോട്ടത്തിലൊക്കെ എന്തെല്ലാം ഇൻസെക്ട്സുകളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളവയുടെ സംഖ്യ വലുതാകാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഹെൻറി അനുവദിച്ചില്ല. കാരണം എന്താ? ഹെൻറി അതിനെയെല്ലാം പിടിച്ചു തിന്നും. അങ്ങനെ നമ്മുടെ ഹെൻറിയുടെ പാഠം കഴിഞ്ഞു. എല്ലാവരും പാഠം വായിക്കുക, കഥ കേൾക്കുക, എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് എൻജോയ് ചെയ്തുവെങ്കിൽ കമൻ്റ് ഇടുക. താങ്ക് യു. അപ്പം ഇനിയും കാണാം. താങ്ക് യു.